സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതേക്കുറിച്ച് ആലോചിക്കാൻ ഈ മാസം 28-ന് കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. തീരദേശ സുരക്ഷയുടെ ഭാഗമായി മറൈൻ പോലീസിന് 2 ബോട്ടുകൾ കൈമാറിയ ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയിൽ തന്ത്രപ്രധാനവും ചരിത്ര പ്രാധാന്യവുമേറിയ നിരവധി കേന്ദ്രങ്ങളുള്ള സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കോസ്റ്റൽ സെക്യൂരിറ്റി സംവിധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കടലോരത്തുള്ള ജാഗ്രതാ നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള 2 ബോട്ടുകളും ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന 2 ഫൈബർ ബോട്ടുകളാണ് മറൈൻ പോലീസിന് ലഭിക്കുക. തീരസുരക്ഷാ പദ്ധതിയിൽ 24 ബോട്ടുകളാണ് കേരളത്തിന് ലഭിക്കുന്നത്. DGP ജേക്കബ് മുന്നൂസ്, സിറ്റി പോലീസ് കമ്മീഷണർ മനോജ് എബ്രഹാം എന്നിവരോടൊപ്പം മന്ത്രി ബോട്ടിൽ സവാരിയും നടത്തി. കളമശ്ശേരിയിൽ നിർമ്മിച്ച AR ക്യാമ്പിന്റെ പുതിയ മന്ദിരവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഒരു പൗരന് ലഭിക്കുന്ന ശരാശരി സൗകര്യങ്ങൾ പോലീസിനും ലഭ്യമായാലേ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സേനയ്ക്ക് കഴിയൂ എന്ന് DGP ജേക്കബ് മുന്നൂസ് പറഞ്ഞു. അത്യാധുനിക ജിം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലുണ്ട്. മനോരമ ന്യൂസ്, കൊച്ചി.